കരുവന്നൂർ ബാങ്ക് കേസിൽ ഇഡി നടപടികൾ കടുപ്പിക്കുന്നു. പിടിച്ചെടുത്ത തുക ഇരകൾക്ക് തിരികെ നൽകണമെന്നുള്ള നിർദ്ദേശത്തിൽ ബാങ്ക് പ്രതികരിക്കാതെ വന്നതോടെയാണ് ഇഡിയുടെ നടപടി. ബാങ്കിൽ നേരിട്ടെത്തി നോട്ടീസ് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. സനു, ഈ ബാങ്കിൽ നേരിട്ടെത്തി നോട്ടീസ് നൽകാനുള്ള ഈ തയ്യാറെടുപ്പിലാണോ അന്വേഷണ സംഘം? ഈ ഒരു തയ്യാറെടുപ്പിലൂടെ അവർക്ക് ഇരകൾക്ക് പണം തിരികെ ലഭിക്കുമെന്നുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുമോ? 350 കോടി രൂപയുടെ അഴിമതിയാണ് കരുവന്നൂർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത്. അതിൽ 126 കോടി രൂപ ഇഡി കണ്ടുകെട്ടിയിരുന്നു. ഈ പണം ഇരകൾക്ക് വീതം വെച്ച് നൽകാൻ, അതായത് ഇരകൾക്ക് നേരിട്ട് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇഡി 3 മാസം മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ബാങ്കിന് ഈ പണം ഏൽപ്പിച്ചിട്ട് ബാങ്ക് തന്നെ കോടതിയുടെ മുൻപാകെ ഈ പണം ഇരകൾക്ക് കൈമാറണമെന്നായിരുന്നു ഇഡിയുടെ നിർദ്ദേശം. എന്നാൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ വിഷയത്തിൽ ഇഡി ബാങ്ക് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. കരുവന്നൂർ ബാങ്ക് ഭരണസമിതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ ഇഡി ബന്ധപ്പെട്ടിട്ട് ഇതിനോട് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമോ നടപടികളോ ഒന്നും ബാങ്കിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇഡി നേരിട്ട് ഈ വിഷയത്തിൽ നോട്ടീസ് നൽകാനും ഈ നോട്ടീസിൽ പ്രതികരിച്ചില്ല കടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെയാണ് ഈ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. അവർ നമ്മളോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള നടപടികൾ ആരംഭിക്കും. ആദ്യഘട്ടങ്ങളിലെല്ലാം ഫോണിലൂടെയായിരുന്നു ബാങ്ക് ഭരണസമിതി ബാങ്ക് നേതൃത്വമായിട്ട് ഇഡി ബന്ധപ്പെട്ടിരുന്നത്. ഇതിൽ പ്രതികരിക്കാതെ വന്ന സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾക്കാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ നോട്ടീസ് നൽകുമെന്നാണ് നമുക്ക് അവരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്.